ഈ 7 ദിവസങ്ങളിലായി നമ്മൾ കാത്തിരിക്കുന്നത് അർജുന തിരിച്ചുവരവിനാണ്. കർണാടകത്തിലെ ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതായ ഡ്രൈവർ അർജുനായുള്ള തെരച്ചിൽ 7ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ഉത്കണ്ഠകൾ ബാക്കിയാകുന്നു. റഡാർ സിഗ്നലുകൾ ലഭിച്ച ഇടങ്ങളിൽ മണ്ണ് നീക്കി പരിശോധന നടത്തിയെങ്കിലും ഇന്നലെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതുവരെ ലോറിയുടെ ഒരു ഭാഗവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമ്മുടെ വാർത്താ സംഘം അറിയിക്കുന്നത്. മണ്ണിൽ 15 മീറ്റർ ആഴത്തിൽ മെറ്റൽ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന ആധുനിക റഡാർ സംവിധാനം സൈന്യം ഇന്ന് തെരച്ചിലിനായി ഉപയോഗിക്കുമെന്നാണ് അറിയുന്നത്. മണ്ണ് നീക്കം ചെയ്യാത്ത കൂടുതൽ സ്ഥലങ്ങളിലേക്ക് റഡാറിൻ്റെ സഹായത്തോടെ തെരച്ചിൽ വ്യാപിപ്പിക്കാനാണ് പുതിയ നീക്കം. അതേസമയം ലോറി പുഴയിലേക്ക് പതിച്ചു എന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ NDRFും നാവികസേനയുടെ സ്കൂബ സംഘവും ഗംഗാവലി പുഴയിൽ ഇന്ന് തെരച്ചിൽ നടത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റായ അപ്ഡേറ്റ്സ്. നമ്മുടെ വാർത്താ സംഘത്തിൽ ഇന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുന്നുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇപ്പോൾ അരുൺ പൂപ്പറമ്പയും അരുൺ പാറയ്ക്കലും ഈ അപകടം നടന്ന സ്പോട്ടിലുണ്ട്. ഷെഡ്യൂളിൽ നിന്ന് ആദ്യം അരുൺ പൂപ്പറമ്പ ചേരും. അതുപോലെ കോഴിക്കോട് കണ്ണാടിക്കൽ നിന്ന് ഈ കുടുംബത്തിൻ്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണത്തിൻ്റെ വിശദാംശങ്ങളുമായി സമീർ സി മുഹമ്മദ് കൂടി നമുക്കൊപ്പം ചേരും. ആദ്യം നമുക്ക് ഷിരൂർ ക്യാമ്പ് ചെയ്യുന്ന അരുൺ പാറയ്ക്കലിലേക്ക് പോകാം. അരുൺ പാറയ്ക്കൽ, ഇപ്പോൾ അവിടെ മഴ പെയ്യുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മഴയുടെ ആധിക്യം കൂടുന്നുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഈ ഷിരൂരിൽ അതിശക്തമായ മഴയാണ്. നമുക്ക് പുറത്തിറങ്ങി നിൽക്കാൻ പോലും കഴിയാത്തത്ര രീതിയിലുള്ള മഴയാണ്. ഞാൻ ഇത്രയും നേരം നമ്മുടെ ഈ ഗംഗാവാലി പുഴയുടെ ആ നദിക്കരയിലായിരുന്നു. ആ നദിക്കരയിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ദൃശ്യങ്ങൾ കാണിക്കുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ ആ പുഴക്കരയിൽ പോലും നിൽക്കാൻ കഴിയാത്ത അത്ര രീതിയിൽ അതിശക്തമായ മഴയും കാറ്റും അവിടെ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. ഇത് ഈ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമായി ബാധിക്കുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമാക്കുന്നുണ്ട്, ദോഷമായി ബാധിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത്രയും ശക്തമായ മഴ ആ പ്രദേശത്ത് ഉണ്ടാവുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള പ്രതിസന്ധി അത് ഉണ്ടാക്കുന്നു. എന്തായാലും ഈ രാവിലെ 6 മണിയോടുകൂടി തെരച്ചിൽ നടത്തുമെന്നായിരുന്നു അറിയിച്ചിരുന്നത്. പക്ഷെ ഇതുവരെയും തെരച്ചിൽ ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല. അതിനെ പ്രതിസന്ധിയായി നിൽക്കുന്നത് ഈ മഴ തന്നെയാണ്. മഴയും അതുപോലെ തന്നെ ശക്തമായ കാറ്റും. ഈ മലമുകളിൽ നിന്ന് വെള്ളം ഇങ്ങനെ താഴേക്ക് ഊർന്നിറങ്ങുന്ന സാഹചര്യമുണ്ട്. മൊത്തം ചളിയാണ് അവിടെ ഉള്ളത്. അവിടെ നിന്നുകൊണ്ട് ഈ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് ദുഷ്കരമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ GPS ലൊക്കേഷൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടെത്തിയ റഡാർ ലൊക്കേഷനും GPS ലൊക്കേഷനിലും അത് ഈ വാഹനം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അവിടെ മണ്ണ് പൂർണ്ണമായും നീക്കം ചെയ്തിരുന്നു. ഒപ്പം മറ്റു ഭാഗത്ത്, അതായത് ഈ വാഹനം നേരത്തെ പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് പരിശോധന ഇനി നടത്തണം. ആ ഭാഗത്ത് ഒരുപാട് പാറക്കല്ലുകളൊക്കെ, വലിയ വലിയ പാറക്കല്ലുകളൊക്കെ അടിഞ്ഞുകൂടിയ നിലയിലാണുള്ളത്. അരുൺ പാറയ്ക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അരുൺ പൂപ്പറമ്പ കൂടി ഷിരൂരിൽ നിന്ന് ചേരുന്നു. അവിടെ ഇപ്പോൾ മഴ ലേശം മാറി നിൽക്കുന്നു എന്നാണ് അരുൺ പൂപ്പറമ്പ റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ, ലേറ്റസ്റ്റ് ആയുള്ള അപ്ഡേറ്റ്സ് എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ ഈ തെരച്ചിൽ രാവിലെ 6 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഇതുവരെ ആരംഭിച്ചതായി സൂചനയില്ല. എന്താണ് ലേറ്റസ്റ്റ് വിവരങ്ങൾ? പറയൂ. SK സൂചിപ്പിച്ച പോലെ തന്നെ ഇതുവരെ തെരച്ചിൽ ആരംഭിച്ചിട്ടില്ല. ഇതുവരെ തന്നെ രക്ഷാദൗത്യ സംഘം അവിടെ എത്തിയിട്ടില്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 6:30ക്കാണ് ഇവർ തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഇപ്പോൾ തെരച്ചിൽ വൈകുകയാണ് എന്നതാണ് നമുക്ക് ഇവിടുന്ന് പങ്കുവെക്കാനുള്ള വിവരം. രാവിലെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുകയാണ് എന്നത് ആശ്വാസമാണ്. രക്ഷാപ്രവർത്തനത്തിൽ എപ്പോഴും ശക്തമായ മഴ ഒരു തടസ്സം നിൽക്കുന്ന സാഹചര്യവും കൂടിയുണ്ട്. ഇന്നത്തെ പ്രധാനമായും തെരച്ചിൽ നടത്തുക. കാരണം ഇന്നലെ ഈ സിഗ്നൽ ലഭിച്ചിടങ്ങളിലെല്ലാം മണ്ണ് നീക്കം ചെയ്ത് കഴിഞ്ഞു. ആദ്യം ഈ റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ച ഇടത്ത് പൂർണ്ണമായും തന്നെ ഇന്നലെ മണ്ണ് നീക്കം ചെയ്തു. അവിടെ ഈ ലോറി കണ്ടെത്താനായില്ല. ഈ GPS ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള ഇടങ്ങളിലും മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെയും ഈ ലോറി കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് നമ്മുടെ ഈ പ്രതീക്ഷയ്ക്ക് വിഭിന്നമായിട്ടുള്ള ഒരു കാര്യം. ഇന്ന് ഈ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന ഇന്നും തുടരും. നിലവിൽ സിഗ്നൽ ലഭിച്ച ഇടത്ത്, മണ്ണ് നീക്കം ചെയ്ത ഇടത്തു നിന്നും തൊട്ടപ്പുറത്തുള്ളൊരു വശത്ത് വലിയ കല്ലുകളും അതോടൊപ്പം തന്നെ മണ്ണും കുന്നുകൂടി നിൽക്കുന്ന ഒരു ഇടം കൂടിയുണ്ട്, ഒരു പോയിന്റ് കൂടിയുണ്ട്. അവിടുത്തെ ഈ മണ്ണ് കൂടി പൂർണ്ണമായി നീക്കം ചെയ്താലേ ഈ ലോറി മണ്ണിനടിയിൽ ഇല്ല എന്ന കാര്യം സ്ഥിരീകരിക്കാനാവൂ എന്നതാണ് രക്ഷാദൗത്യ സംഘം പറയുന്നത്. പക്ഷേ നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോഴും ഈ ലോറി മണ്ണിനടിയിൽ ഉണ്ടോ എന്ന ചോദ്യത്തിനുള്ള അല്ലെങ്കിൽ ഉണ്ടാകാനുള്ള സാധ്യത കുറഞ്ഞു വരുന്നു എന്നതും ആശങ്ക നൽകുന്നതാണ്. കാരണം
നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് ഈ റഡാർ സംവിധാനങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റിയ സിഗ്നൽ പോയിന്റുകളിൽ അവിടെ മണ്ണ് നീക്കം ചെയ്താൽ അതിനടിയിൽ ലോറി ഉണ്ടാകുമെന്നാണ്. എന്നാൽ ഇന്നലത്തെ തെരച്ചിൽ പൂർണ്ണമായും തന്നെ അത് വിഫലമാവുകയും ചെയ്തു. ലോറി കണ്ടെത്താനായില്ല. മറ്റൊന്ന്, ഇവിടുത്തെ രക്ഷാദൗത്യ സംഘവും ജില്ലാ ഭരണകൂടവും ഒക്കെ പറയുന്നത് ഇന്ന് കുറച്ചുകൂടി പ്രയോറിറ്റി ചെയ്യുക, അല്ലെങ്കിൽ അവർ തെരച്ചിലിൽ കുറച്ചുകൂടി പ്രയോറിറ്റി ചെയ്യുക പുഴയിലെ തെരച്ചിലിനായിരിക്കും. NDRFന്റെയും നേവിയുടെയും സംഘം പുഴയിലും തെരച്ചിൽ നടത്തും. അതോടൊപ്പം തന്നെ സൈന്യവും പുഴയിൽ തെരച്ചിൽ നടത്തുമെന്നാണ് പറയുന്നത്. അവർ അത്തരമൊരു സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ അങ്ങനെ ഉണ്ടാവില്ല, അതായത് പുഴയിൽ ഈ ലോറി അകപ്പെട്ടിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്കൊക്കെ എത്തിയെങ്കിൽ പോലും രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഘട്ടം കഴിഞ്ഞ സമയത്ത് ഇതിൽ ഈ നമുക്ക് ലഭിച്ച എല്ലാ സിഗ്നലുകളും GPS പോയിന്റിലൊന്നും ഈ ലോറി കണ്ടെത്താനാകാത്തതോടെ വീണ്ടും ഈ പുഴയിലേക്ക് അവരുടെ ഫോക്കസ്, ഈ തെരച്ചിലിന്റെ ഫോക്കസ് മാറുന്നു എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോഴും ഇന്നലെ നമ്മൾ ഏറെ വൈകിയും ഈ രക്ഷാ ദൗത്യ സംഘത്തിൽ ഉൾപ്പെട്ടവരുടെ പ്രതികരണങ്ങൾ തേടിയപ്പോൾ അവർ പറഞ്ഞത് ഈ മണ്ണിനടിയിൽ തന്നെ ഈ ലോറി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് നിലവിലും കാണുന്നത്. അത് പൂർണ്ണമായും നമുക്ക് സ്ഥിരീകരിക്കണമെങ്കിൽ നിലവിൽ മണ്ണ് നീക്കം ചെയ്യാത്ത ഈ തൊട്ടപ്പുറത്തുള്ള, അതായത് തൊട്ടപ്പുറം വശമുള്ള ഈ വലിയ കല്ലുകളും വലിയ മൺകൂനയും കൂടി നീക്കം ചെയ്യാനുണ്ട്. നമ്മൾ ഇന്നലെ വൈകിട്ട് ദൃശ്യങ്ങളിൽ കാണിച്ചതാണ്. അവിടെ ഇന്ന് ഈ സൈന്യത്തിന്റെ കുറച്ചുകൂടി ആധുനിക സാങ്കേതിക സംവിധാനമായിട്ടുള്ള റഡാർ സിസ്റ്റം, അതായത് കുറച്ചുകൂടി വിസിബിലിറ്റി, 15 മീറ്ററോളം ആഴത്തിൽ ഇതിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്ന റഡാർ സിസ്റ്റം ഇന്ന് സൈന്യം എത്തിക്കും. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ആ പരിശോധന നടത്തും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും താങ്ക് യു. അരുൺ പൂപ്പറമ്പയാണ് ഷിരൂരിൽ നമുക്കൊപ്പം ചേർന്ന്. നമ്മുടെ വാർത്താ സംഘത്തോടൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി നമുക്കൊപ്പം ചേരും. അദ്ദേഹം ഏതാണ്ട് ഷിരൂരിന് അടുത്തായി കഴിഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇനി മലപ്പുറത്ത് 14-കാരൻ നിപ ബാധിച്ച് മരിച്ച പശ്ചാത്തലത്തിൽ കേന്ദ്ര സംഘം ഇന്ന് കേന്ദ്ര സംഘം എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് തന്നെ നമുക്കൊന്ന് കോഴിക്കോട് കൂടി പോകാം. കണ്ണാടിക്കലിൽ നമ്മുടെ പ്രതിനിധി സമീർ സി മുഹമ്മദ് ഉണ്ട്. ഈ കുടുംബം മുഴുവൻ അർജുൻ്റെ വരവിനായി കാത്തിരിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ കണ്ണീരണിഞ്ഞ് നിൽക്കുമ്പോൾ തന്നെ സമീർ സി മുഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന പ്രകാരം ഈ കുടുംബം വല്ലാത്ത സങ്കടക്കടലിലാണ് വീണ് കിടക്കുന്നത്. കണ്ണാടിക്കലിൽ നിന്ന് സമീർ സി മുഹമ്മദ് ചേരുന്നു. സമീർ, ഗുഡ് മോർണിംഗ്. സമീർ, ഇന്ന് നമുക്ക് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞു. അവരുടെ ഒരു പ്രതികരണം എന്താണ്? ഗുഡ് മോർണിംഗ് SKN. കുടുംബവുമായി നമ്മൾ ഫോണിൽ സംസാരിക്കുന്നു. അവർ ഇപ്പോൾ കൂടുതലായി പ്രതികരണത്തിന് തയ്യാറാവുന്നില്ല. പക്ഷേ അവർക്ക് വലിയ ഒരു സങ്കടമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസവും അതുപോലെ ഇന്നലെ രാത്രിയും ഒരു 8 മണിയോട് കൂടെ തന്നെ അവർ തിരച്ചിൽ അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിൽ അവർക്ക് വലിയ സങ്കടമാണുള്ളത്. ഒരു സർക്കാർ ഉദ്യോഗം പോലെ ഇത് കാണേണ്ട വിഷയമല്ല. ഒരു രക്ഷാപ്രവർത്തനമാണ്. ജീവനാണ് ആ മണ്ണിനടിയിലുള്ളത്. കൂടപ്പിറപ്പാണ്, അതുപോലെ തന്നെ മകനാണ്, ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ആ മണ്ണിനടിയിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സമയം നിശ്ചയിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമല്ല അവിടെ ഉണ്ടാകേണ്ടത്. അർജുനെ കണ്ടെത്തുന്നവരെയും തുടർച്ചയായിട്ടുള്ള രക്ഷാപ്രവർത്തനം ഉണ്ടാകണം എന്നുള്ള ആവശ്യമാണ് കുടുംബം നമ്മോട് ഫോണിൽ ബന്ധപ്പെടുമ്പോൾ പറയുന്നത്. ആ ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും വലിയ ഒരു സങ്കടം, വലിയൊരു ആശങ്കയുടെ നടുക്കടലിൽ തന്നെയാണ് ആ കുടുംബമുള്ളത്, ഈ നാടൊന്നാകെയുള്ളത്. ഈ അപകടം നടന്നിട്ട് ഇന്നേക്ക് 7 ദിവസമാകുന്നു. ഇതുവരെയും അർജുൻ എവിടെയുണ്ട് എന്നത് സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയും അവർക്ക് ലഭ്യമായിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. കരയിൽ ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷയാണ് ഇപ്പോഴും കുടുംബം പങ്കുവെക്കുന്നത്. അടുത്ത ദിവസം വരെ ഈ മൊബൈൽ ഫോൺ റിങ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ വാഹനം ഓണായിരുന്നു, ലോറി ഓണായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള സിഗ്നലുകൾ ലഭിച്ചിരുന്നു എന്ന് ഭാരത് ബെൻസ് കമ്പനി നൽകുന്നു. അത്തരം വിവരങ്ങളെല്ലാം തന്നെ നൽകുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ കരഭാഗത്ത് തന്നെയാണ് ഉള്ളത് വാഹനം എന്ന് തന്നെ ഈ കുടുംബം ഉറപ്പിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട് അവിടെ ശേഷിക്കുന്ന മണ്ണ് കൂടി പൂർണ്ണമായും നീക്കം ചെയ്യണം, ലോറി കണ്ടെത്താൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് കുടുംബം പങ്കുവെക്കുന്നത്. അതേസമയം തന്നെ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് ഗംഗാവാലിയിലേക്ക് ഒഴുകി മാറിയിട്ടുണ്ട് എങ്കിൽ അത്തരം സാധ്യത കൂടി പരിശോധിച്ചുകൊണ്ട് നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെ അവിടെ എത്തുകയും അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ആ പരിശോധന വീണ്ടും തുടരണം എന്നുള്ള ആ ഒരു ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും അപകടം നടന്ന് ഇപ്പോൾ 7 ദിവസമാകുന്നു. ആശങ്കയോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ഈ കുടുംബം മുന്നോട്ട് പോവുകയാണ്. ഒരു ശുഭവാർത്ത, ആരോഗ്യവാനായിക്കൊണ്ട് തന്നെ അർജുൻ തിരിച്ചെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഈ കുടുംബം ഇപ്പോഴും പങ്കുവെക്കുന്നുണ്ട്. SKN. താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് സമീർ സി മുഹമ്മദാണ്.